പാൻ എടുത്ത് ഈ ഇൻഡക്ഷനിലോട്ട് വെക്കാം. നമുക്കിന്ന് ഇൻഡക്ഷനെ വെക്കാം. അപ്പം അതിന് 3 സ്പൂണ് പഞ്ചസാര ആദ്യം ഇടും. 2 ടീസ്പൂണിൽ 3 സ്പൂൺ. അതൊന്ന് ക്യാരമൽ ചെയ്യാം. അപ്പം നമ്മുടെ പഞ്ചസാര ഒന്ന് ക്യാരമലായി. ഇനി നമുക്കതിനകത്തോട്ട് നമ്മുടെ ചക്ക ഇടാം. ചക്ക ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ശകലം വെള്ളം പോലെ ഇട്ടേക്കും. അതൊന്ന് നമുക്കൊന്ന് അതിനകത്ത് ആ ക്യാരമലിനകത്ത് കിടന്നൊന്ന് ഇടണം. ഇതിനല്ലേ നിങ്ങളൊരു ശകലം വെള്ളവും കൂടെ ചേർത്ത് ആദ്യം എടുത്തിട്ട് ചക്ക, ഞാൻ ഇച്ചിരി ചക്ക വെള്ളമായിട്ട് കുഴച്ചത് കൊണ്ടാണ് ഞാൻ ആ ക്യാരമലിനകത്തോട്ട് വെള്ളം ഒഴിക്കാറ്. അപ്പം നമ്മുടെ ചക്കയൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ചക്കയൊന്ന് റെഡി ആവട്ടെ, അതുവരെ ബാക്കിയുള്ള സാധനമെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം. ആദ്യം നമുക്കൊരു ഒരു ചരിവ് എടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിത് ഇതിട്ട് എന്നിട്ട് ഇത്രയും മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു കുഴിയൻ. അതിനകത്തോട്ട് 1 സ്പൂണ് കോൺഫ്ലവർ. പിന്നെ വേണ്ടിയത് നമുക്ക് ഒരു സോഡാ പൗഡർ. മുട്ട ചേർക്കാത്തതുകൊണ്ട് ഇതിന് സോഡാ പൗഡർ ഇച്ചിരി കൂടുതൽ വേണം, ഇത്ര ഇടും. പിന്നെ ബേക്കിംഗ് സോഡ, ഇത്ര ഇട്ടു. നമ്മളിതിന് മുട്ട ഉപയോഗിക്കുന്നില്ല. ഇതൊരു 2-3 വട്ടം നമുക്കൊന്ന് ഇടഞ്ഞ് മാറ്റും. അപ്പം നമ്മുടെ ഇതൊന്ന് വെള്ളം പറ്റാനാണ് നമ്മൾ വെച്ചത്, ഒരുവിധം ഒന്ന് കുറുകാൻ. അപ്പം നമ്മുടെ അതെല്ലാം വേണ്ട ഒരു വിധം ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അഞ്ഞ് വാങ്ങാം. വാങ്ങിയിട്ട് നമുക്ക് ഒരു ശകലം നേരം ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പം ഞാനൊരു ബട്ടർ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ചൂട് ഇതിനകത്തോട്ടിടാം, അല്ലേ ഉരുക്കി ചേർക്കണമല്ലോ. ഇതിപ്പം ഉരുക്കി ചേർക്കണ്ട, നമുക്ക് ഈ ചൂട് ചക്കയ്ക്കകത്തോട്ടിടാം. അപ്പം അങ്ങനെ ഒരു ലാഭമുണ്ട്. എന്നിട്ടത് നമുക്കിങ്ങനെ ഇത് വെച്ചൊന്ന് ഇത് വെച്ചൊന്ന് ഇങ്ങനെ. എന്നിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര എടുത്ത് വെച്ചിട്ടില്ലയോ, ചക്കയ്ക്കും ഇത് കരിമ്പലും ഒക്കെ ചെയ്തേ. അപ്പം നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി, എത്രയും വേണമെന്ന്. ഇത്തിരി മധുരം കുഴപ്പമില്ല. അത് ഞാനതിൻ്റെ പകുതി വരെ ഇട്ടു, ഇച്ചിരി ബാക്കി വെച്ചു. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ മൈദാപ്പൊടി നമ്മൾ 3 വട്ടം ഇടഞ്ഞു വെച്ചേക്കുമായിരുന്നു, അതുകൂടെ ഇച്ചിരിച്ചിരായിട്ടൊന്ന് ആദ്യം ഒന്നിടുക. വെള്ളമൊന്നും ചേർക്കണ്ട, ചക്കയുടെ വെള്ളം ഉണ്ടല്ലോ. ഒന്നിച്ചിടല്ലോ, 4-5 പ്രാവശ്യമായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗ്യാസിലോട്ട് നമ്മുടെ ചീനിച്ചട്ടി ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് കുക്കർ ഇതിനകത്താണ് വെക്കുന്നത്, ചീനിച്ചട്ടിക്കകത്ത്. നമ്മൾക്കാണെ ഇവിടെ ഇൻഡക്ഷൻ ഇതൊന്നും ഇല്ലല്ലോ, ഓവനും ഒന്നും ഇല്ല. അത് കാരണം നമുക്കൊരു തുള്ളി പാലും കൂടെ ഒഴിക്കാം. ഇതിന് ഇച്ചിരി പാൽ ആ ചക്കപ്പാത്രത്തിലോട്ട് വന്നിട്ട് എനിക്ക് അത് ഇച്ചിരി കട്ടിയായതുകൊണ്ട് ഞാൻ ഒരു ശകലം പാലും കൂടെ ചേർക്കും. ബാറ്റർ ഒത്തിരി കട്ടിയായാലും ഇതാല്ലേ, അതുകൊണ്ട് ഞാൻ ശകലം നോക്കും. അപ്പം ഞാനതെല്ലാം ബാറ്റർ റെഡിയാക്കി വെച്ചു. പിന്നെ എന്താ, എനിക്ക് ഇത്രയുള്ളൊരു അലുമിനിയം ചെരുവത്തിൽ ഞാനെടുത്ത് മൈദ ഇച്ചിരി നെയ്ത് തൊട്ട് മൈദ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇത് ഒഴിക്കാം. അപ്പം നമ്മളിതിനകത്തോട്ട് ആ ബാറ്റർ ഒഴിക്കും. അപ്പം നമ്മുടെ ചക്കയ്ക്ക് നമുക്ക് മുട്ടയൊന്നും വേണ്ട. ഞാൻ പിന്നെ ഞാൻ ഓർത്തില്ല, പിന്നെ ഞാനത് ഓർത്തേ. അപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചതിനകത്ത് 4 ഗ്രാമ്പു, അത് എടുക്കുന്നതിൻ്റെ അളവിൻ്റെ അനുസരിച്ച് വേണം ഗ്രാമ്പു ഇടാൻ. അപ്പം ഞാനിതൊരു കുഴിയില്ല, 4 ചെറിയ ഗ്രാമ്പും കൂടെ ഞാൻ ആ പഞ്ചസാരക്കകത്തിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇനി എന്തെങ്കിലും ഇതൊന്നും ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്യും. നമുക്ക് അതിന് ഞാൻ ഇച്ചിരി പിസ്തായേ ഉള്ളൂ. എൻ്റെ വേറെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ശാഖല പിസ്ത ഇട്ടിട്ടുണ്ട്. വേറെ ഉള്ളവർക്ക് മുന്തിരിങ്ങായ അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇടാം. ഇതെൻ്റെ കയ്യിൽ ഇത് ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കതൊന്നുകൂടെ റാപ്പ് ചെയ്തിട്ട് ഞാനിത് അടുപ്പയിലോട്ട് വെക്കാം. അപ്പം ഞാൻ ചീനിച്ചട്ടി ചൂടാക്കി അതിൽ നിന്ന് ആവി വറക്കും. നമുക്ക് അതിലോട്ട് ഇതെടുത്ത് വെക്കാം. വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം. അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഭാരവും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ആ പ്ലേറ്റ് വെച്ചപ്പോൾ അത് വലിയ പാത്രം കൊണ്ട് അടയുന്നില്ല. ഞാൻ പിന്നെ അതിൻ്റെ ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ അടപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെ കാണിക്കും. അപ്പം നമ്മുടെ ഇതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചീനിച്ചട്ടിയിൽ ഇങ്ങനെ നമ്മൾ വെക്കുന്നതുകൊണ്ട് അത്ര പൊലിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എല്ലാം നല്ലത്. നമുക്കിതൊന്ന് കുത്തി നോക്കാം. നമുക്ക് ഇത് രണ്ടിതിനെ ഒന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് ഇതൊന്ന് ആറി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുക എങ്ങനെയാണ്, എന്നിട്ട് കഴിച്ച് കാണിക്കുക എങ്ങനെയുണ്ട് ടേസ്റ്റ്. ഹലോ എല്ലാവർക്കും. അപ്പം നമ്മുടെ ചക്കയുടെ കേക്ക് റെഡിയായി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.